12 ലക്ഷം രൂപയിൽ കുറവാണ് ഇൻകമെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട എന്ന് കേട്ടു. അപ്പം ഒരാൾക്ക് അതിൽ താഴെയാണ് വരുമാനം വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ലേ? ഒന്നാമതായിട്ട് 12 ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഇല്ല എന്നുള്ള ടെക്നിക്കലി കറക്റ്റ് അല്ല. ഒരു 60,000 രൂപ ടാക്സ് ആക്ച്വലി വരുന്നുണ്ട്. പക്ഷേ സബ്ജക്ട് ടു സർട്ടൺ കണ്ടീഷൻസ് റിബേറ്റ് എന്ന് പറയുന്ന ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുമ്പോഴാണ് ടാക്സ് സീറോ ആവുന്നത്. രണ്ട്, നമ്മുടെ ടാക്സ് ലയബിലിറ്റി മാത്രം കൺസിഡർ ചെയ്തിട്ടല്ല നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്തത്. നമ്മുടെ ഇൻകം 4 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് ടാക്സ് ലയബിലിറ്റി ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളൊരു വിദേശ യാത്ര നടത്തുകയും അതിന് 2 ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവ് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 1 കോടി രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ, ഇനി ഇതുമല്ല നമ്മുടെ കറണ്ട് ബില്ല് ഓൺ ആൻ ആവറേജ് 8,500 രൂപയിൽ കൂടുതലാണെങ്കിൽ പോലും നമ്മൾ നിയമപരമായി ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇനിയിപ്പം നമ്മൾ നടത്തുന്ന ഒരു കമ്പനിയോ പാർട്ട്ണർഷിപ്പോ ആണ് എന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റീവ് ഓഫ് ദ സെയിൽസ് ഓർ ടേൺ ഓവർ നിർബന്ധമായിട്ട് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം. പക്ഷേ ഞാൻ പറയുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആലോചിക്കാതെ നിർബന്ധമായിട്ടും എല്ലാ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനാണ്. കാരണം നാളെ നമുക്കൊരു ബാങ്ക് ലോണിൻ്റെ ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഒരു വിസയുടെ ആവശ്യം വന്നാൽ, ഇവിടെയൊക്കെ നിങ്ങളുടെ വരുമാനത്തിൻ്റെ പ്രൂഫായിട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തതാണ്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യം വന്ന റിട്ടേൺസ് ഫയൽ ചെയ്യാൻ നോക്കുമ്പോഴേക്കും ഇതിൻ്റെ ടൈം കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മൾ പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പം അതിലും നല്ലത് ഇത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും റിട്ടേൺസ് ഫയൽ ചെയ്ത് പോകുന്നതാണ്.